ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായും കൂടിയിരിക്കുന്നത് ഇന്ന് JCNDയിൽ നമ്മൾ പ്രധാനമായും കൂടിയിരിക്കുന്നത് ചാണ്ടുപിള്ള എന്ന് പറയുന്ന ഒരു ദൈവദാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു വെല്ലുവിളിയൊക്കെ അദ്ദേഹം നടത്തി. അദ്ദേഹം പറയുന്നു പിതാവ് ആണ് ദൈവമെന്ന് അദ്ദേഹം പറയുമ്പോൾ പുത്രൻ, അതായത് യേശു ക്രിസ്തു എങ്ങനെ പിതാവാകും എന്ന് അദ്ദേഹം എല്ലാവരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വെല്ലുവിളിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയായ ഒരു കാര്യമല്ല. അവർ പല കാലങ്ങളായിട്ട് ചോദ്യം ചോദിക്കുന്നതാണ് പലരോടും. അപ്പൊ ഞാൻ ചാണ്ടുപിള്ള സാറിന്റെ വീഡിയോകളൊക്കെ കഴിഞ്ഞ ദിവസം ദർശിച്ചതിന്റെ പ്രകാരം എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നു ഏലോഹിം എന്നൊരു ബഹുത്വം ഉണ്ടെന്നും ആ ബഹുത്വത്തിൽ 3 പേരുണ്ടെന്നും അതുപോലെ തന്നെ ഉൽപ്പത്തി 1:1 പറയുന്ന ദൈവങ്ങളാണ് എന്നും അദ്ദേഹം വചനവിരുദ്ധം പ്രസ്താവിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പം ഈ തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് പലപ്പോഴും അദൃശ്യമായ 3 വ്യക്തികളുണ്ട്. അവരത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ത്രിയേകം അല്ലെങ്കിൽ തൃത്വം എന്നീ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതേ പറ്റുകയുള്ളൂ. കാരണം തൃത്വക്കാർക്ക് ഇപ്പൊ എനിക്ക് തോന്നുകയാണെങ്കിൽ അനിൽ കൊടിത്തോട്ടം പാസ്റ്ററാണ് അതിന്റെ നമ്പർ 1. ഇപ്പോൾ ഒരാളൂടെ ആ നിരയിലേക്ക് വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ കൂടെ JCNDയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് നമ്മുടെ പാനലിൽ കൂടിയിരിക്കുന്ന ജോയി പാസ്റ്റർ, എറണാകുളത്ത് നിന്ന് ജോയി പാസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ ജോസോറീസ് പാസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് നിന്നും നമ്മുടെ വിൽസൺ ബ്രദർ ഉണ്ട്. അതുപോലെ തന്നെ സൈമൺ ബ്രദർ ദുബായിൽ നിന്ന് ചേരുന്നുണ്ട്. അപ്പൊ എല്ലാ പാനലിലുള്ള ദൈവദാസന്മാരെയും ഈ തരത്തിൽ എല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ വീഡിയോ നമുക്കുണ്ട്, അപ്പം അത് വേണമെങ്കിൽ പ്ലേ ചെയ്യാം ആദ്യം വീഡിയോ. ഓക്കെ, 1 മിനിറ്റ് എല്ലാവരുടെയും കാഴ്ചയ്ക്ക് വേണ്ടി ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുകയാണ് ഇപ്പോ. ഏക സത്യ ദൈവമായ നിന്നെയും പുത്രൻ പറയുക എന്തുവാ? ഏകസത്യം ആരാ? അല്ല, കഴിഞ്ഞിടെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടി യേശുവാണെന്ന്. യേശുവിനെയാണ് 1 കൊരിന്ത്യർ 8:6 പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്നുള്ളത് യേശുവാണെന്ന് അവരൊക്കെ പറയുന്നു, യേശുവാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാനൊരു ചോദ്യം, ഇതേതായിരുന്നാലും യൂട്യൂബിൽ പോകും, അപ്പോൾ ഇതെല്ലാം പോകും, എയറിൽ പോകും. അപ്പോൾ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് 1 കൊരിന്ത്യർ 8:6 പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്നുള്ളത് യേശുവിനെയാണെങ്കിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെയാണെങ്കിൽ, ഇതാ പുത്രൻ പിതാവിനോട് പറയുകയാണ് ഏക സത്യ ദൈവമായ. ഇതിനെന്നാ നിങ്ങൾ മറുപടി പറയും? ഈ പറഞ്ഞവർ ഇതിനെന്തു മറുപടി പറയും? കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 8:6 പിതാവായ ഏക ദൈവമെന്ന് പറയുന്നത് യേശുവാണെങ്കിൽ, ആ യേശു തന്നെയാണ് താൻ ദൈവത്തോട് സംസാരിക്കുമ്പോൾ പിതാവിനോട് പറയുന്നു ഏക സത്യ ദൈവമായ നിന്നെയും. അത് യേശു എങ്ങനെ ആകുന്നത്? യേശു ആകുകയല്ല. കാര്യം അടുത്തത് യേശു എന്താ പറയുന്നത്? നീ അയച്ച. അപ്പൊ പുത്രൻ വേറെയല്ലേ? ഇല്ലേ? പുത്രൻ വേറെ നിൽക്കുന്നു, നീ അയച്ച പുത്രൻ. പിന്നെ ഏക സത്യ ദൈവം അത് പിന്നെ എങ്ങനെ പുത്രനാ പറയുന്നത്? നീ അയച്ച പുത്രനെ അല്ലല്ലോ അവിടെ ഏക സത്യ ദൈവം എന്ന് പറഞ്ഞത്, അത് പിതാവിനോടല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഒരു കാര്യം അങ്ങനെയുള്ളവർ മനസ്സിലാക്കണം, കണ്ണടച്ചിരുട്ടാക്കാൻ വളരെ എളുപ്പമാ. ഏക പിതാവ് എന്ന് പറയുന്നത് പിതാവായ ദൈവത്തെ കുറിച്ചും മാത്രമാണ്. അപ്പോ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് കേട്ട് കാണും. യേശു എങ്ങനെ പിതാവാകും എന്നുള്ളതൊരു ചോദ്യവും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് ഇന്ന് ആദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നത് ഞാൻ ജോയ് പാസ്റ്ററോടാണ്. കാരണം ഏക ദൈവത്തിൽ ബഹുത്വമുണ്ടോ? അദ്ദേഹം പറയുന്നതിനകത്ത് എന്തെങ്കിലും ശരിയുണ്ടോ എന്നുള്ളതാണ് ഇന്ന് ഞാൻ ജോയ് പാസ്റ്ററോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ജോയ് പാസ്റ്ററിനെ കുറിച്ച് കുറച്ച് വിശദീകരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നമ്മുടെ പ്രേക്ഷകർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. പ്രത്യേകിച്ച്
ഈ പാനലിലായിരിക്കുന്ന ഇത് ലീഡ് ചെയ്യുന്ന പ്രിയ ഗീവറീസ് ബ്രദറിന്, അതുപോലെ ജോസ്ഫറീസ് പാസ്റ്റർ, സൈമൺ ബ്രദർ, കൊച്ചിയിൽ നിന്ന്, ദുബൈയിൽ നിന്ന് സൈമൺ ബ്രദർ, കൊച്ചിയിൽ നിന്ന് ബെഞ്ചമിൻ ബ്രദർ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ സുവിശേഷകൻ ചാണ്ടപ്പിള്ള ഫിലിപ്പ് ചോദിച്ച ചോദ്യം, അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഏറിപ്പോയോ എവിടെ പോയോ ഏതായിരുന്നാലും ഞങ്ങളുടെ കരങ്ങളിൽ വന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് ഞങ്ങൾ എടുത്തിരിക്കുക. JCNDSD എന്ന ഗ്രൂപ്പിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ലോകജാതികളോട് ഞങ്ങൾ സുവിശേഷം പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടുത്തെ പെന്തക്കോസുകാരോടും ബ്രദറൻകാരോടും ഇവിടുത്തെ തൃത്വ സമൂഹത്തോടാണ് ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത്. അക്കൂടെ ജാതികളോട് പറയുന്നില്ല എന്നല്ല, ഇവരാണ് ശരിയാകേണ്ടത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു മലയിൽ കയറി തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. ധാരാളം ജനങ്ങളുണ്ട്. ശിഷ്യന്മാരാണ് ശരിയാകേണ്ടത്. ശിഷ്യന്മാര് ശരിയായാൽ സമൂഹം ശരിയായി. അപ്പൊ യേശു അടുക്കൽ വിളിച്ച് ഉപദേശം കൊടുത്തത് ശിഷ്യന്മാർക്കാണ്. എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ പാസ്റ്റേഴ്സും ഇവിടുത്തെ ബ്രദറും മൂപ്പന്മാരും ശരിയായാൽ ഒരു വലിയൊരു കൂട്ടം സമൂഹം ശരിയാകും എന്ന് ഞങ്ങൾക്കറിയാം. അവരാണ് ഈ മനുഷ്യനെ തെറ്റിക്കുന്നത്. അവർക്ക് എവിടുന്നോ കളഞ്ഞു കിട്ടിയ, എവിടുന്നോ എന്ന് പറയാൻ പറ്റില്ല, ബാബിലോണിൽ നിന്ന് കുസ്തന്തീനോസിനാൽ അവർക്ക് കളഞ്ഞു കിട്ടിയ തൃത്വോപദേശം ഉയർത്താൻ വേണ്ടിയാണ് അവരുടെ സകല പ്രയത്നങ്ങളും. യേശു ക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതല്ല. യേശു ക്രിസ്തുവിനെ ഡീഗ്രേഡ് ആയിട്ട് അല്ലെങ്കിൽ തള്ളി രണ്ടാം തരക്കാരനായിട്ട് യേശു ക്രിസ്തുവിനെ തരം താഴ്ത്തുന്ന അവസ്ഥയാണ് ഇന്ന് പെന്തക്കോസും ബ്രദർ സമൂഹവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് മിസ്റ്റർ ചാണ്ടപ്പിള്ള ഫിലിപ്പ് ഇവിടെ നമ്മളോട് ചോദിച്ച ചോദ്യം. നമ്മളോടെന്ന് പറഞ്ഞാൽ തന്റെ ഉദ്ദേശം ഏകദൈവ വിശ്വാസ യേശു ക്രിസ്തു സർവശക്തനായ ദൈവമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ബൈബിളിലെ സത്യം ലോകത്തോട് വിളിച്ചറിയിക്കുന്ന വ്യക്തികളെ കുറിച്ചാണെന്ന് തന്നെ യാതൊരു സംശയമില്ല. അത് ഞങ്ങളോട് തന്നെയാണ്. ഞങ്ങളത് ഏറ്റെടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ചോദ്യം നിങ്ങൾ കേട്ടുവല്ലോ. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ വാദം, ദൈവവും ആ ദൈവം അയച്ച യേശു ക്രിസ്തുവും രണ്ട് വ്യക്തികളാണെന്നാണ്. ദൈവത്തിൽ 3 വ്യക്തിത്വമുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഗ്രൂപ്പ്. പണ്ട് ബ്രദറൻകാര് പഠിപ്പിച്ച പലതും വിഡ്ഢിത്തമാണ്, അബദ്ധമാണെന്ന് ബോധ്യമായതിന്റെ പേരിൽ അവര് ഇപ്പോൾ ആ വിഷയങ്ങളൊന്നും പ്രഗത്ഭന്മാരായിരിക്കുന്ന ബ്രദർ സഹോദരങ്ങൾ അത് പ്രസ്താവിക്കുന്നില്ല. കാരണം പണ്ട് ദൈവം ഏകദൈവത്തെ വെളിപ്പെടുത്താൻ റബ്ബർക്കായ് എടുക്കും. റബ്ബർക്കായ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരു റബ്ബർക്കായ്ക്കകത്ത് 3 കുരുവുണ്ട്. നമ്മളൊക്കെ കൃഷിക്കാരാണ്, നമുക്കൊക്കെ റബ്ബറുണ്ട്, അപ്പൊ നമുക്കറിയാം. പക്ഷെ 4-5 കുരുവുള്ള റബ്ബർക്കായ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൊച്ചിക്ക് വന്നിട്ട് ചില വർഷങ്ങളായല്ലോ, 38 വർഷത്തോളമായി. ഇപ്പോഴും ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരു തേങ്ങയ്ക്ക് 3 കണ്ണാണ്. ദൈവത്തെ തൃത്വം തെളിയിക്കുന്നത്. പിന്നെ സൂര്യന്റെ പ്രകാശം, സൂര്യന്റെ പ്രകാശവും അതുപോലെ തന്നെ അതിന്റെ ചൂടും, അത് 3ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ട്, എന്നാൽ സൂര്യൻ ഒന്നാണ്. നോക്കണം, ദൈവത്തെ തെളിയിക്കുവാൻ വേണ്ടി ഇവര് ബ്രദറൻകാരുൾപ്പെടെ അവരെ നടത്തിയിരുന്ന വിഡ്ഢിത്തപരമായിട്ടുള്ള ചോദ്യങ്ങളും മറുപടികളും നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കേട്ട് മടുത്തിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് മുൻപേ വെള്ളത്തെക്കുറിച്ചും വാതകം, ദ്രാവകം, ഖരം, ദ്രാവകം, വാതകം എന്ന് പഠിപ്പിച്ച ആ വിഡ്ഢിത്തപരമായിട്ടുള്ള പഠിപ്പിക്കൽ ഇവർ നിർത്തിവെച്ചു. കാരണം അതിന്റെ കാരണക്കാർ ഞങ്ങൾ തന്നെയാണ്. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യമാക്കും? തമ്മിൽ ഒത്തുവരത്തക്ക വിധത്തിൽ ദൈവത്തെ ഒന്ന് ഒപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ തൃത്വം ഒപ്പിക്കാൻ വേണ്ടി റബ്ബർക്കായും തേങ്ങയുടെ കണ്ണും അതുപോലെ തന്നെ അതും ഇതുമൊക്കെ മതി. പക്ഷെ ദൈവത്തെ കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഇവര്
വലിയ പണ്ഡിതരെന്ന് പറയുന്ന ഇവരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ആ പഠിപ്പിക്കലൊന്നും ഇപ്പൊ ഇല്ല. അത് വില പോകുകയല്ലെന്ന് ചാണ്ടപ്പിള്ള, ഫിലിപ്പ് സാർ ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഏതായിരുന്നാലും ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച് യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് വ്യക്തികൾ എന്ന് തോന്നും. പക്ഷെ അവിടെ രണ്ട് വ്യക്തികളെ കുറിച്ചല്ല പറയുന്നത്. ഏക സത്യദൈവമായ നീയും നീ അയച്ച് യേശു ആരാണെന്നുള്ള ഒരു അറിവ്, ആ അറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. ഈ അറിവ് രണ്ട് വ്യക്തികളാണെന്നുള്ള അറിവല്ല. കാരണം ദൈവം ആത്മാവാണല്ലോ. ആത്മാവായ ദൈവം ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല. ദൈവം ആത്മാവാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ. എന്നാൽ ഈ ആത്മാവായ ദൈവം തന്നെ മനുഷ്യനെ രക്ഷിപ്പിൻ പദ്ധതിയായിട്ട് ജഡത്തിൽ വെളിപ്പെട്ടവനാണ് യേശുക്രിസ്തു. അതായത് തീമോഥെയോസ് 3:16. അപ്പോൾ ഈ ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെയും അറിയുന്ന ആ അറിവാണ് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നത്. സത്യത്തിൽ ഇത്രയുള്ള അതിന്റെ സാരം. യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയണം. യേശു ക്രിസ്തു തന്നെയാണ് യഹോവയെന്ന് ഏറ്റു പറയണം. യേശു ക്രിസ്തു തന്നെയാണ് യഹോവയെന്ന് സമ്മതിക്കണം. അങ്ങനെ സമ്മതിച്ച് ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ആ വരവാണ്, ആ വിശ്വാസത്തിലേക്കുള്ള ആ യാത്രയിലാണ് നമ്മൾ നിത്യരക്ഷ പ്രാപിക്കുന്നത്. ഇത് ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. കർത്താവിന്റെ ദാസന്മാര് ഇതിനെക്കുറിച്ച് മറുപടി പറയാനുണ്ടല്ലോ. ഒരു ഉദാഹരണം കൂടെ പറയാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വായിച്ച അതേ യോഹന്നാൻ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. അത് മിസ്റ്റർ ചാണ്ടപ്പിള്ള ഫിലിപ്പ് കണ്ടിട്ടില്ല. അതോ കണ്ടതാണോ? അത് കണ്ടിട്ട് കണ്ണടച്ച് ഇരുട്ടാക്കുക എന്നുള്ളൊരു പദപ്രയോഗം അദ്ദേഹം നടത്തി. അദ്ദേഹം കണ്ണടച്ച് ഇരുട്ടാക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അദ്ദേഹം വചനമൊക്കെ നന്നായിട്ട് വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. പക്ഷെ സത്യം അറിയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. തൃത്വം എന്ന് പറയുന്ന ധാരാളം ജനങ്ങളുണ്ട്. ശിഷ്യന്മാരാണ് ശരിയായത്. തൃത്വം എന്ന് പറയുന്ന ഈ ദുരുപദേശം കൊണ്ടുവരുവാനാണ് ഈ അതിബുദ്ധിമാൻ ആയി പാണ്ഡിത്യമുണ്ട് എന്ന് പറയുന്ന ഈ സഭയുടെ നേതാക്കന്മാരെല്ലാം ഇപ്പോഴും തുനിയുന്നത്. ഇനി മിസ്റ്റർ ചാണ്ടപ്പിള്ള ഫിലിപ്പ് എന്ന് പറയുന്ന ആ സുവിശേഷകന് വേണ്ടി ഞാൻ അതിനൊരു മറുപടി തരികയാണ്. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച് യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞ അതേ യോഹന്നാൻ തന്നെ യോഹന്നാന്റെ ലേഖനം എഴുതുമ്പോൾ 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഞാനിവിടെ ഒന്ന് വായിക്കാം. സുവിശേഷകൻ ചാണ്ടപ്പിള്ള ഫിലിപ്പ് ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കണം, അത് വായിക്കണം. നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കരുത് എന്ന് പറഞ്ഞ അതേ പ്രയോഗം നിങ്ങൾക്കും അത് ബാധകമാണ്. ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചിടുകയാണ്. നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. അതിന്റെ വാക്യം ഇങ്ങനെയാ: ദൈവപുത്രൻ വന്നു എന്നും. ആരാ വന്നത്? ദൈവപുത്രൻ വന്നു. സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. ആരാ വന്നത്? ദൈവപുത്രനാണ് വന്നത്. എന്തിനു വന്നു? സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്ന് നാം അറിയുന്നു. എന്നിട്ട് പറയുകയാണ്, നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അപ്പൊ ഒരുവൻ സത്യദൈവത്തിലാകണമെങ്കിൽ ആരിലാകണം? യേശു ക്രിസ്തുവിലാകണം. എന്താ കാരണം? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും രണ്ടല്ല ഒന്നാകുന്നു. അപ്പോൾ നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും. ആര്? യേശു ക്രിസ്തു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. മനസ്സിലായോ മിസ്റ്റർ ചാണ്ടപ്പിള്ള ഫിലിപ്പ്? താങ്കൾ പറഞ്ഞ വാക്ക് യഥാർത്ഥത്തിൽ കണ്ണടച്ചിരുട്ടാക്കുന്നതാണെന്ന് ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായല്ലോ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ അതേ ആശയം യോഹന്നാൻ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അവൻ തന്നെ സത്യദൈവം, യേശു ക്രിസ്തു തന്നെ ഏക സത്യദൈവവും നിത്യജീവനുമാകുന്നു. എന്താ സംശയം വല്ലതും ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ദൈവദാസന്മാര് കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തൃത്വം എന്നുള്ളതും തൃത്വത്തിൽ 3 ആളത്വം എന്നുള്ളതും അത് പമ്പര വിഡിത്തമാണ്. നിങ്ങൾക്കിനി ഞങ്ങളുമായിട്ട് സംവാദിക്കണം എങ്കിൽ
ഞങ്ങളുടെ ലൈവിൽ കടന്നു വരാം. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ന്യായമായിട്ട് ബൈബിളിലുള്ള ചോദ്യങ്ങൾക്ക് താങ്കൾ മറുപടി തന്നാൽ മതി. അല്ലെങ്കിൽ താങ്കൾ ഞങ്ങളോട് ചോദിക്ക്, ഞങ്ങൾ വ്യക്തമായിട്ടുള്ള മറുപടി തരാം. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് തൃത്വം എന്ന് പറയുന്ന വ്യാജ ഉപദേശം ജനങ്ങളെ അടിച്ചേൽപ്പിച്ച്, പണ്ടത്തെ റവർക്കായും തേങ്ങയുടെ കണ്ണുമൊക്കെ ഓർക്കുന്നുണ്ടല്ലോ, അതുപോലെ വേറൊരു വിധത്തിൽ ആ വചനത്തിന് തെറ്റായ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് അടിച്ചേൽപ്പിച്ച് നാം ഒരിക്കലും മുൻപോട്ട് പോകരുത്. ചാണ്ടപ്പിള്ള ഫിലിപ്പ് സഹോദര, കർത്താവിന്റെ വരവെടുത്തു. ഈ നാളുകളിൽ സത്യം അറിയുക. യേശു ക്രിസ്തു ആരാണെന്നുള്ള യഥാർത്ഥ വെളിപ്പാടിന് നാം തൃത്വത്തിന്റെ കാല് പിടിച്ച് തൃത്വത്തിന്റെ പുറകെ പോകാതെ ദൈവവചനത്തിന് ആധാരമാക്കി നാം കാര്യങ്ങൾ ചിന്തിച്ച് നാം മുൻപോട്ട് പോകുവാൻ ഒരു ആലോചന പറഞ്ഞുകൊണ്ട് ബാക്കി ഭാഗങ്ങള് ദൈവദാസന്മാരിലേക്ക് കൈമാറി ഞാൻ നിർത്തുന്നു. താങ്ക് യു ജോയ് പാസ്റ്റർ. വളരെ 100% ഉത്തരം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചുവെന്ന്, പ്രേക്ഷകർക്കെല്ലാം ലഭിച്ചുവെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം പറഞ്ഞതിൽ നിന്നും ഏക ദൈവത്തിൽ ബഹുത്വമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അടുത്തായിട്ട് ചിന്തിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഏലോഹിം എന്ന വാക്കിനെ കുറിച്ചാണ്. ഈ ഏലോഹിം എന്ന വാക്ക് എല്ലാവരും വിചാരിക്കുമ്പോൾ പെട്ടെന്ന് ബഹുത്വമുണ്ട്, അല്ലെങ്കിൽ ഇത് ഒരു എബ്രായ അറിയത്തില്ലാത്തവരെ ഒന്ന് പറ്റിക്കുന്നതല്ലേ ഈ ഏലോഹിം എന്ന ഈ ശബ്ദം ഉപയോഗിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, 1:1 ദൈവങ്ങൾ സൃഷ്ടിച്ചു എന്നൊരു വാക്ക് അദ്ദേഹത്തിന്റെ മെസ്സേജിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് നമ്മൾ കേട്ട കാര്യമാണ്. അപ്പോ എനിക്ക് നമ്മുടെ ജോസ് വർഗീസ് പാസ്റ്ററോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഈ ഏലോഹിം എന്ന് പറയുമ്പോൾ ദൈവങ്ങൾ എന്നാണോ അർത്ഥം? പാസ്റ്റർ എന്താണ് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത്? ദൈവങ്ങൾ എന്ന് ഇനി ബൈബിളിലുണ്ടോ? ഇനി സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണോ ഇത് ഉപയോഗിക്കുന്നത്? ഇനി ഈ നമ്മൾ സാധാരണക്കാരെല്ലാം ഇനി ഈ എബ്രായും ഗ്രീക്കും ഒക്കെ പഠിക്കണം ഇനി ദൈവത്തെ കുറിച്ച് അറിയണമെങ്കിൽ. അപ്പൊ ഇവരുടെ ഒരു നമ്പർ ആണോ ഇത് എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. ഞാൻ ജോസ് വർഗീസ് പാസ്റ്റർക്ക് കൈമാറുകയാണ്. പാസ്റ്റർ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നോട് ചോദിച്ച ചോദ്യം 1:1 അവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ ഈ ലോകത്തിൽ ആകമാനമുള്ള ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഹെബ്രായ ഭാഷ പഠിച്ചിട്ടുള്ള ആളുകളല്ല. മാത്രമല്ല, ഹെബ്രായ ഭാഷ ലഭ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടം കൂടിയുണ്ട്. കാരണം അവര് ശുദ്ധമായ ഹെബ്രായ ഭാഷ സംസാരിക്കും എന്ന് പിന്നീട് ഒരു പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹെബ്രായ ഭാഷ തന്നെ അന്യം നിന്ന് പോയ ഒരു സ്ഥലത്ത് നിന്നാണ് ഇന്ന് ഹെബ്രായ ഭാഷ പിന്നെ ഹീബ്രു യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ശരിയാണ്, എലോഹിം എന്ന പദത്തിന് എനിക്കറിയാവുന്ന, ഞാനൊരു ഹെബ്രായ ഭാഷ പണ്ഡിതനൊന്നും അല്ല, അത് നിങ്ങൾക്കറിയാം. പക്ഷെ എലോഹിം എന്ന പദം ഹിം എന്ന അവസാനിക്കുന്ന സ്ഥലത്ത് പ്ലൂറൽ ആണ് എന്ന് പറയുന്നത് ഹെബ്രായ ഭാഷയിൽ ശരിയാണ്. പക്ഷേ സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും എബ്രായ ഭാഷയിൽ ഈ എലോഹിം എന്ന പദം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ബൈബിളിലെ പല ഭാഗങ്ങളിലും. അതിന് തൊട്ടടുത്ത് വരുന്ന ക്രിയാപദത്തിൽ ബഹുവചനം ഇല്ലെങ്കിൽ, സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ദൈവം ആര് ഇന്നത് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യം ബഹുവചനത്തിലല്ല ചെയ്യുന്നതെങ്കിൽ അത് എലോഹിം എന്ന് പറഞ്ഞാൽ ഏകവചനത്തിലായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞത്, ആകാശവും ഭൂമിയും എന്ന് പറയുന്നതിനകത്ത് പ്ലൂറൽ ഇല്ലെങ്കിൽ, ഭൂമികളും എന്നൊന്നില്ലെങ്കിൽ, അവിടെ പറയുന്ന ആ സൃഷ്ടികർത്താവിന് എലോഹ് അല്ലെ ഏൽ എന്നൊക്കെ പറയുന്ന സിംഗിൾ പദത്തിൽ നിന്നും എലോഹിം എന്ന ബഹുവചനത്തിലേക്ക് എലോഹിം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, ബൈബിൾ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഇടങ്ങളിൽ എലോഹിം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ഏകവചനത്തിലാണ്. കാരണം തുടർന്നുള്ള പ്രവൃത്തികൾ കൂടി ചേർത്ത് പഠിക്കുമ്പോൾ അവിടെ എലോഹിം എന്ന് പറയുന്നത് ഏകവചനത്തിൽ നിന്നുകൊണ്ട് ദൈവം ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ചോദ്യത്തിന് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ, ദൈവത്തെ ഒരു മനുഷ്യനെ അറിയണമെങ്കിൽ, ഇപ്പൊ നമ്മള് ദൈവത്തെ അറിയുന്നത്, ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് നമുക്കറിയാം കുറെ വർഷങ്ങൾ പിന്നിട്ടിട്ടാണ്. നമ്മൾ ഇതിൽ ആരും തന്നെ ദൈവത്തെ അറിയുന്നത് ഏതാനും ഇന്നലെയുള്ള മിനിങ്ങാന്നുകളോ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒരു 6 മാസം മുമ്പ് നമ്മൾ ആരെങ്കിലും കേട്ട് പഠിച്ചവരോ അല്ലെങ്കിൽ എബ്രായ ഭാഷ വിശകലനം ചെയ്ത് പഠിച്ചവരല്ല. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുകയും ചെയ്യുന്ന ദൈവം ഏകനാണ്. കാരണം ബൈബിൾ അത് ഏതു ഭാഷയിലെ തർജ്ജമയായാലും ബൈബിൾ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഇടങ്ങളെല്ലാം
ഞാൻ അല്ലെങ്കിൽ താൻ എന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഏക വചനത്തിൽ നിന്നുകൊണ്ട്, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് ദൈവം സംസാരിക്കുന്നത്. ഞാൻ ഏകനാണ്, അല്ലെങ്കിൽ ഞാൻ അല്ലെ ഇതൊക്കെ ഉണ്ടാക്കിയത്, എന്റെ കൈയല്ലേ ഇതൊക്കെ മെനഞ്ഞത് എന്ന് ദൈവം ഏകനായി നിന്നുകൊണ്ടുള്ള പദവിയിൽ ആണ് ബൈബിൾ ഉടനീളം ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ത്രിത്വമെന്നോ ത്രിയേക ദൈവമെന്നോ ഒരു വിശ്വാസ പ്രമാണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എവിടെങ്കിലുമൊക്കെ പോയി അവരുടെ ചിന്താഗതികളെ താലോലിക്കാൻ കഴിയുന്ന, സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള അന്വേഷണം സ്വാഭാവികമാണ്. മനുഷ്യ തൽപരമായ ഒരു കാര്യമാണ്. ഏത് മനുഷ്യനും അവര് ഫോളോ ചെയ്യുന്ന വിശ്വാസ പ്രമാണത്തിന് ആധികാരികമായ ചില സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു തീർച്ചയായിട്ടും ഒരു ആവശ്യമാണ്. അതാണ് ചാണ്ടപ്പള്ളി ഫിലിപ്പും ഇവിടെ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ യോഹന്നാൻ 17:3 അത് യോഹന്നാൻ 1 യോഹന്നാൻ 5:20 ബിയിലും പറഞ്ഞ കാര്യം ജോയ് പാസ്റ്റർ വളരെ വ്യക്തമായിട്ട് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പക്ഷെ ഇവിടുത്തെ പ്രശ്നം, ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പെൻസേഷന്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. കാരണം യേശു ഈ ഭൂമിയിൽ മനുഷ്യജടത്തിൽ ഇരിക്കുമ്പോൾ പ്രസ്താവിച്ചതായ കാര്യമാണ് ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് നിത്യജീവൻ എന്നുള്ളത്. അപ്പൊ നിത്യജീവൻ എന്നുള്ള സബ്ജക്ട് എങ്ങനെയാണ് വരുന്നത്? ദൈവം ഏകനാണ്, അല്ലെങ്കിൽ ഏക സത്യമായ ദൈവം തന്നെയാണ് യേശുക്രിസ്തു എന്നുള്ള അറിവാണ് നിത്യജീവൻ. ഈ നിത്യജീവൻ അറിവ് ലഭിക്കണമെങ്കിൽ ഈ ശിഷ്യന്മാർ, ഇത് കേട്ട ശിഷ്യന്മാര് മത്തായി 28 വരെയും, അതുപോലെ ലൂക്കോസിന്റെ 23-ാം അധ്യായത്തിലും മർക്കോസിന്റെ 15-ാം അധ്യായത്തിലും, യോഹന്നാൻ 22-ാം അധ്യായത്തിലേക്ക് വരുന്നതും വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇന്ന് പെന്തക്കോസ്ത് വരെയുള്ള സമൂഹങ്ങൾ നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ക്രിസ്ത്യാനിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഗ്രേസ് പീരീഡിന്റെ അല്ലെങ്കിൽ ഒരു വെളിപ്പാടിന്റെ, ഒരു ആത്മീയ ദർശനത്തിന്റെ, പരിശുദ്ധാത്മാവിന്റെ ആ കാലഘട്ടങ്ങളിലേക്ക് അവർ വന്നിട്ടില്ല. ശിഷ്യന്മാർക്ക് ആർക്കും അന്ന് ഉണ്ടായിരുന്ന സംശയം, പല കാര്യങ്ങളും അവർക്ക് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് പോലെ ശിഷ്യന്മാർ മനസ്സിലാക്കിയിരുന്നില്ല. അത് യേശുവിനും അറിയാമായിരുന്നു, ശിഷ്യന്മാർക്കും അറിയാമായിരുന്നു. യേശു പല കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു തരണമെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോഴും അവർക്ക് മനസ്സിലായില്ല എന്ന് യേശു യോഹന്നാൻ 16 പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ നിങ്ങളോടുണ്ട്, പക്ഷെ വഹിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ല. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമയം വരും. ഞാൻ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. ഞാൻ പോകാഞ്ഞാൽ അവർ വരത്തില്ല. അപ്പൊ ഞാൻ വന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് മാറും. നിങ്ങൾ കേട്ട കാര്യങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് മാറും, നിങ്ങളുടെ പരിജ്ഞാനം മാറും. ഈ പരിജ്ഞാനത്തിലേക്ക് വരാൻ കഴിയാത്തതാണ് പെന്തക്കോസ്ത് അടക്കം പുറകിലേക്ക് പോയി കാത്തോലിക്ക് വരെയുള്ളവരുടെ പ്രശ്നം. അല്ലാതെ ബൈബിളിന്റെ പ്രശ്നമല്ല, ഏകദൈവത്തിന്റെ പ്രശ്നമല്ല. ദൈവം ഏകനാണ് എന്ന് ബൈബിൾ ഉടനീളം പ്രസ്താവിക്കുമ്പോൾ ത്രിയേകനാണെന്നോ 3 പേരുണ്ടെന്നോ ദൈവമോ ദൈവത്തിന്റെ പ്രവാചകന്മാരോ സംസാരിച്ചിരിക്കാതെ ഇന്ന് വരെയും അങ്ങനെ ഒരു കാര്യം ദൈവത്തിന് നേരിട്ടോ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെയോ നേരിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിലോ പ്രവാചക വചനങ്ങളിലൂടെ സംസാരിക്കാതിരിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ നടത്തുന്ന ഇവരുടെ പരിശ്രമങ്ങളിലാണ് സത്യത്തിൽ ആകപ്പാടെ ഈ ആത്മീയ മണ്ഡലത്തിൽ കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കാൻ ആർക്കും കഴിയില്ലെന്ന് പറയുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് ലഭിക്കാതെ യേശുവാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലോർഡ് എന്ന്, അല്ലെ യേശു ആണ് കർത്താവ് എന്ന് പറയാൻ കഴിയാത്തതിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ എലോഹിം അല്ലെങ്കിൽ എലോഹ് അല്ലെങ്കിൽ ഏൽ എന്നുള്ള കാര്യങ്ങളുടെ പ്രശ്നമല്ല ഇത്. അങ്ങനെയാണെങ്കിൽ അത് ഈ എലോഹിം എന്ന് പറയുന്ന ദൈവം ഏകനാണ് എന്ന് വിശ്വസിക്കുന്ന യഹൂദൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാം ഒരു പ്രശ്നം വെളിപ്പാടിന്റെ പ്രശ്നമാണ്, റെവലേഷന്റെ പ്രശ്നമാണ്. ഈ റെവലേഷൻ അവിടെ ഇല്ലാത്തതാണ് ഇതിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. താങ്ക് യു പാസ്റ്റർ പറഞ്ഞതുപോലെ വെളിപാടില്ലാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ എബ്രായ ഭാഷയുടെ മറ പിടിച്ചുകൊണ്ട് ഇവരിത് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായി പാസ്റ്ററുടെ ഒരു ഉത്തരത്തിലൂടെ. ഇനി എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് ബ്രദർ വിൽസണിനോടാണ്. ബ്രദർ വിൽസണിനോട് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു ഏക സത്യ ദൈവമേ നമുക്കുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തു ആണോ ഏക സത്യ ദൈവം? അദ്ദേഹം വെല്ലുവിളിക്കുന്ന ചോദ്യം തന്നെയാണ് വിൽസൺ ബ്രദറിനോട് ഞാൻ ചോദിക്കുന്നത്. കാരണം യേശു ക്രിസ്തു എങ്ങനെ ഏക സത്യ ദൈവമാകും? അല്ലെങ്കിൽ പിതാവ് മറ്റൊരാളാണോ എന്നുള്ളതാണ് വിൽസൺ ബ്രദറിനോട് എനിക്കുള്ള ചോദ്യം. താങ്ക് യു ബ്രദർ ഗീവർഗീസ്. ഇവിടെ അടിസ്ഥാനപരമായി ഉള്ള വിഷയം അദ്ദേഹം പറയുന്ന കാര്യം 2 വചനത്തിലും
അദ്ദേഹം അത് ഏറ്റു പറയുന്നു എങ്കിലും അദ്ദേഹത്തിന് അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. ഒരു മനുഷ്യനായിരിക്കെ ഒരു മനുഷ്യൻ ഒരു ആത്മാവായ ദൈവത്തോട് സംസാരിക്കുമ്പോൾ മനുഷ്യത്വം അതിനെ ദൈവത്വത്തോട് കൂടെ കൂട്ടിക്കലർത്തുക, ഇതാണ് അവിടെ നടക്കുന്ന അടിസ്ഥാന പ്രശ്നം നമ്മൾ കാണുന്നത്. നമുക്കറിയാം, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു. അപ്പോൾ ഒരു സമയത്ത് കാലസമ്പൂർണതയിൽ ദൈവത്വത്തിന്റെ ഒരു വേറെ ഒരു വ്യക്തിയല്ല, പക്ഷേ 1 കൊരിന്ത്യർ 12 പറയുന്നത് പോലെ ദൈവ ആത്മാവിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ വെരി സെയിം സ്പിരിറ്റ് ഓഫ് ഗോഡ്, വേറെ ഒരു സ്പിരിറ്റ് അല്ല, ദൈവത്തിന്റെ ഒരേ ആത്മാവിന്റെ പ്രവർത്തനമായ ക്രിസ്തു. ആ പ്രവർത്തനമായ ക്രിസ്തു അല്ലെങ്കിൽ വചനം അത് ആത്മാവാകുന്നു. ആത്മാവില് എന്ന സ്വരൂപത്തിൽ ഒരു മനുഷ്യന് കാണുവാൻ സാധിക്കത്തില്ല. ആ ആത്മാവായ ദൈവം, ആ ആത്മാവിന്റെ ഒരു പ്രവർത്തനമായ വചനം അല്ലെങ്കിൽ ക്രിസ്തു ജഡം ധരിച്ചു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു, യോഹന്നാൻ 1:1 വായിക്കുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, ഈ ജഡത്തിൽ നിൽക്കുന്ന ജഡവും രക്തവുമായിരിക്കുന്ന പുത്രൻ, അതായത് പിതാവിൽ നിന്നും ഉത്ഭവം കൊണ്ടവൻ. അപ്പോൾ നമ്മൾ അറിയാം, പിതാവായ ഏക ദൈവമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പിതാവിൽ നിന്നും ഉത്ഭവം കൊണ്ട ഈ പുത്രൻ, അതായത് ജഡവും രക്തവും, ആ പുത്രനിലുള്ള ആത്മാവിനെ സംബന്ധിച്ചല്ല നമ്മൾ പറയുന്നത്, പുത്രനിൽ ഉള്ള ജഡവും രക്തവും, ആ ജഡവും രക്തവുമായ മനുഷ്യനായ ക്രിസ്തു യേശു. അത് 1 കൊരിന്ത്യർ 2:5 പറയുന്നു, മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ ആയ മനുഷ്യൻ ആയ ക്രിസ്തു യേശു. അപ്പോൾ മധ്യസ്ഥൻ എന്ന നിലയിൽ, മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ, അതുകൊണ്ട് പറയുന്നു പൗലോസ് നമ്മൾക്ക് ഫിലിപ്പിയൻസ് ഒക്കെ എഴുത്തിൽ എഴുതുന്നു, അവൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ആയിരുന്നിട്ടും മനുഷ്യൻ എന്ന നിലയിൽ തന്നെത്താൻ താഴ്ത്തി. അപ്പൊ ആരെയാണ് താഴ്ത്തിയത്? മനുഷ്യത്വത്തെയാണ് താഴ്ത്തിയത്. അല്ലാതെ ദൈവത്വം അതുപോലെ നിലനിൽക്കുമ്പോൾ, സർവവ്യാപിയായ ദൈവം അതുപോലെ ഈ പ്രപഞ്ചത്തിലും യേശു ക്രിസ്തുവിലും പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ വേലയും ചെയ്യുന്നു, അതുപോലെ നിലനിൽക്കുമ്പോൾ മനുഷ്യത്വമാണ് താഴ്ത്തപ്പെടുന്നത്. ഈ മനുഷ്യൻ ആയാൽ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, ഒരു പുത്രൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള സമ്പൂർണത കാണിച്ചത് നമുക്കാരാണ്? കർത്താവ് തന്നെ ജഡം ധരിച്ച് ഒരു പുത്രനായി ഈ ലോകത്തിൽ കടന്നു വന്നപ്പോഴാണ് നമ്മളെ കാണിച്ചു തന്നത് എങ്ങനെ ഒരു പുത്രനായിരിക്കണം. സമ്പൂർണമായി സമർപ്പിക്കുന്ന ഏകപുത്രൻ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വചനം കൂടെ ഉണ്ട്. സംഖ്യാപുസ്തകം 23:19, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമാകുന്നു. അപ്പോൾ വചനം ജഡമായി ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ ആ ജഡത്തിന് ഒരു ദൈവമുണ്ട്, അതാണ് ആത്മാവായ ഏകസത്യ ദൈവം. ഈ ഏകസത്യ ദൈവം എന്ന വാക്യം എടുത്തിട്ടും ദൈവത്വത്തിൽ ഒരു വ്യക്തിയും കൂടെ അദ്ദേഹം ചേർക്കുന്നു. അതാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം പറയുന്നു ഏക സത്യ ദൈവം, ഏകൻ ദൈവം ഏകനാണെന്ന് പറയുവാൻ ആ ഒരു വചനം മാത്രം മതി. പിതാവായ ഏക ദൈവം മാത്രമേ നമുക്കുള്ളൂ, ഏക സത്യ ദൈവമായ പിതാവ്. ആ 2 വാക്യത്തിലും നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവം എന്ന ഒരു ആത്മാവ്, ആ ഒരേ ആത്മാവിന്റെ പല പ്രവർത്തനമായ വചനം അല്ലെങ്കിൽ ക്രിസ്തു എന്ന ജഡം ധരിച്ചു നിൽക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു മനുഷ്യത്വത്തിന് അല്ലെങ്കിൽ ജഡത്തിന് ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോടാണ് സംസാരം. ആ സംസാരം ആരോടാണ്? ദൈവത്തോട്, ആത്മാവായ അദൃശ്യനായ ദൈവത്തോടാണ് സംസാരം. അപ്പോൾ ഈ ജഡം ആരാണ്? ഈ ജഡവും ആ ഒരേ ആത്മാവിന്റെ പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് പറയാൻ പറ്റുന്നത് ഞാനും പിതാവും ഒന്നാകുന്നു, 2 അല്ല, ഒന്നാകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷയുടെ പ്രവർത്തനത്തിൽ
ഒരു കുഞ്ഞാടാകുവാൻ, അറക്കപ്പെടുവാൻ ഉള്ള കുഞ്ഞാടാകുവാൻ ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ അറക്കപ്പെടുന്ന കുഞ്ഞാടിന്റെ പ്രാർത്ഥനയാണ് ആ അറക്കപ്പെടുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള നിർദ്ദേശം ആരിൽ നിന്നുമാണ്? ഏക സത്യ ദൈവമായ ആത്മാവായ ദൈവത്തിൽ നിന്നുമാണ്. അപ്പോൾ ക്രിസ്തു ആരാണ്? അതേ ആത്മാവ് തന്നെയാണ്. 1 കൊരിന്ത്യർ പറയുന്നു അതേ ആത്മാവ് തന്നെയാണ്. ദൈവമായിരിക്കണമെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ ദൈവം എന്ന് പറയുന്നത് ജഡവും രക്തവുമായവൻ, ആ ഒരു ജഡവും രക്തത്തിനെ അല്ല നമ്മൾ ദൈവത്വം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് ആത്മാവായ ക്രിസ്തുവിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. രക്ഷയുടെ വേലയ്ക്ക് ശേഷം 1 കൊരിന്ത്യർ 15 പറയുന്നു, അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു ആദി എന്ന പോലെ. അപ്പോൾ ആ ആത്മാവായ ക്രിസ്തുവിനെ, ആത്മാവായ ഏക ദൈവത്തിന്റെ ഒരേ ആത്മാവിനെ തന്നെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്. പക്ഷെ ഇവർക്ക് മനുഷ്യനായ ക്രിസ്തു, അവർക്ക് വചനത്തിൽ നിന്നും അറിയാം യേശു ക്രിസ്തു ദൈവമാണെന്ന് 1-2 വചനത്തിൽ അവർ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ വചനത്തിനകത്തുനിന്ന് എടുത്തത് ഈ പുത്രനെയും കൂടെ ദൈവമാക്കും. എന്നിട്ട് പിന്നെ ഈ രണ്ട് വ്യക്തികളാക്കും. പിന്നെ അതിൽ കടന്ന് 2-3 കളിക്കും. ഇതാണ് ഇവർക്ക് പറ്റുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ. ആത്മാവാണ് ദൈവം, ദൈവം അദൃശ്യനാണ്, ദൈവം സർവ്വവ്യാപിയാണ്. ആ ദൈവത്തിന്റെ സ്വരൂപത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഇമേജ് ആണ് ഇവിടെ നമുക്ക് വെളിപ്പെട്ടത്. ദൈവത്തിന്റെ ദൃശ്യരൂപം, അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപമാണ് നമുക്ക് വെളിപ്പെട്ടത്. ആ രൂപത്തിനെ അല്ല നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്, അദൃശ്യനായ ദൈവത്തെ തന്നെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. അവന്റെ ദൈവത്വവും മനുഷ്യത്വം, ഇത് തമ്മിൽ ഉള്ള കൺഫ്യൂഷനാണ് നമ്മൾ ഇവരിൽ കാണുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ള ആൻസർ. അത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. വിൽസൺ ബ്രദർ പറഞ്ഞത് ആത്മാവായ ക്രിസ്തുവിനെയാണ് ദൈവമെന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ആൻസർ അദ്ദേഹത്തിന് നമുക്ക് ലഭിച്ചു. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഞാൻ സൈമൺ ബ്രദറിനോടാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോ ഈ ചാണ്ടുപിള്ള സാർ അതിനകത്തൊരു കാര്യം പറഞ്ഞു. ഈ റസൽ മതക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ വിളിക്കുന്ന യഹോവ സാക്ഷികൾ, അതുപോലെ തന്നെ യേശു നാമക്കാർ, ഇവർക്ക് മാത്രമുള്ളതാണോ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം? അതുപോലെ തന്നെ ഈ യേശു ക്രിസ്തുവിന്റെ നാമം ധരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്നാനം ഏൽക്കണോ? അതോ അങ്ങനെയുള്ളവർ യേശുനാമക്കാരായിട്ടാണോ കൂട്ടപ്പെടുന്നത്? അതോ തൃത്വത്തിൽ കൂടെ മാത്രമേ നമുക്ക് കർത്താവിനെ ധരിക്കാൻ പറ്റുകയുള്ളൂ? അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസം തൃത്വത്തിലൂടെയാണോ? അതായത് ഈ പറയുന്ന യഹോവ സാക്ഷിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ റസൽ മതമോ ഇവർ ഇത് മുന്നോട്ട് വെക്കുന്നതിന്റെ പ്രധാനമായ കാര്യം ഈ തൃത്വക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ ഇവർ പേരുന്നയിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു കാര്യം. സൈമൺ ബ്രദറുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കൊന്ന് കേട്ടാൽ കൊള്ളുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ആദ്യമേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു മെയിൻ പുള്ളിയുടെ ആ വീഡിയോ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ പുള്ളി പറയുന്നത് കുറച്ച് ആൾക്കാർ പറയുന്നു യേശു പിതാവാണ്. ഓക്കെ, കുറച്ച് ആൾക്കാർ. അപ്പൊ ഇത് മിക്കവാറും പറയുന്ന ആൾക്കാര് യഹോവ സാക്ഷികൾ അല്ല. ഓക്കെ, യഹോവ സാക്ഷികൾ യേശുവിനെ പിതാവായിട്ട് ഒരിക്കലും പ്രൊജക്ട് ചെയ്യുന്നില്ല. പിതാവ് അവർക്ക് വേറെ പിതാവാണ് അവരുടെ ദൈവം, ബാക്കി ഒരു ദൈവവും ഇല്ല. യേശു ദൈവം അല്ല, യേശു ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള രീതിയിലാണ് യഹോവ സാക്ഷിക്കാരുടെ ഇത്. അപ്പം ഈ യേശു ദൈവമാണെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെക്ടിന്റെ ഇതാണോ അതോ ബൈബിൾ തന്നെ പറയുന്നതാണ്? നമ്മള് ബൈബിളിനകത്ത് തന്നെ നമ്മൾ നോക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന യേശുവിനെ പിതാവായിട്ട് വിളിക്കുന്നത് യെശയ്യാവാണ്. യെശയ്യാവ് 9:6 ആ ഒരു ശിശുവിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അവന്റെ നാമമാണ് പറയുന്നത് മൈറ്റി ഗോഡ്, എവർലാസ്റ്റിംഗ് ഫാദർ. നിത്യപിതാവായിട്ട് യേശുവിനെ അവിടെ പ്രഖ്യാപിക്കുക യെശയ്യാവാണ് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഫിലിപ്പ് സാറിന് ആ ഒരു വചനം വായിച്ചിട്ടില്ലേ? നിത്യപിതാവ് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ വേറെ നമുക്കൊരു പിതാവ്, സ്വർഗത്തിൽ നമുക്കൊരു പിതാവേ ഉള്ളൂ. അപ്പൊ ആ ഒരു പിതാവായ ഇത് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. അത് യെശയ്യാവ് പറയുന്നത് അത് യേശു ക്രിസ്തു ആണെന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് വേറെ ആരുടെയും നമുക്ക് വാക്ക് എടുക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് യേശു പറയുന്നതെങ്കിലും വിശ്വസിക്കും. യേശു പറയുന്നത് ഞാനും പിതാവ് ഒന്നാന്ന് പറയുന്നത്. അപ്പം അവിടെ അത് വിശ്വസിക്കാൻ പുള്ളി സാധിക്കുന്നില്ല.
പുള്ളിക്ക് യേശുവിന്റെ വചനം പോലും എന്ന് പറഞ്ഞാൽ അവര് എന്തോ പറയുന്നു, അപ്പം യേശു പറയുന്നതല്ല പുള്ളി വിശ്വസിക്കുന്നത്. യേശു പറഞ്ഞു ഞാനും പിതാവ് ഒന്നാണ്. അങ്ങനെ തന്നെ ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നുണ്ട്, പിതാവിനെ കാണിച്ചു തരാൻ പറയുന്ന ഒരു രംഗമുണ്ട്. അവിടെ പറയുന്ന ഇത്രയും നാളായിട്ടും നീ അറിയുന്നില്ലേ ഫിലിപ്പോസ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടും അറിഞ്ഞു ഇരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം ഈ ഫിലിപ്പ് സാർ ഇത്രയും നാളിനകത്ത് ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല പുള്ളിക്കാരന്. പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഈ പറയുന്ന സ്നാനം എടുക്കണോ എടുക്കണ്ടായ എന്നുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ അവിടെ ആണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിതാവും ഈ മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ട ദൈവം, ആത്മാവായ ദൈവം ജഡത്തിൽ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ പുത്രത്വം. അപ്പൊ ഈ പിതാവുണ്ട്, ഈ പുത്രത്വത്തിന്റെ ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിനെ മനസ്സിലാക്കുന്നതാണ് നിത്യജീവൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാവായ ദൈവം തന്നെ ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ്. ആ ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ സ്റ്റേറ്റിൽ ആ നാമം തന്നെ പിതാവിന്റെ നാമത്തിൽ തന്നെയാണ് ഈ പുത്രൻ വന്നേക്കുന്നതും. ഈ പുത്രൻ തന്നെയാണ് ആത്മാവായിട്ട് നമ്മളോട് ഇടപെടുന്നതും നമ്മളുടെ പരിശുദ്ധാത്മാവായി നമ്മളിൽ വസിക്കുന്നെന്നുള്ള കാര്യം. ആ അറിവാണ് നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അത് ആ ഒരു വചനം നമ്മൾ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 8:24 നമുക്ക് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ഞാൻ വായിക്കാം. I said therefore unto you that ye shall die in your sins. നിങ്ങൾ പാപത്തിൽ മരിക്കും. If you do not believe that I am he എന്ന് പറഞ്ഞാൽ ആരാ? പിതാവിനെ പറ്റിയാണ് ആ ചോദ്യം അവിടെ ചോദിച്ചേക്കുന്നത്. പിതാവ് യേശു തന്നെ പിതാവാണെന്ന് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ പാപത്തിൽ മരിക്കാൻ പോവുക. എത്ര വലിയൊരു കാര്യമാണ് ഇത്! യേശു പറഞ്ഞ വാക്കാണ്. അപ്പം ആ അറിവാണ് എന്ന് പറഞ്ഞാൽ നിത്യജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു തന്നെ പിതാവാന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മളുടെ പാപമോചനമുള്ളത്. ആ നാമത്തിൽ നമ്മൾ സ്നാനപ്പെടുമ്പോഴാണ് നമുക്ക് ആ പറയുമ്പോഴത്തേക്ക് എന്തുവാണ് ബിലീവ് ചെയ്യേണ്ടത്? യേശു തന്നെ പിതാവാണെന്ന്, യേശു തന്നെ ആത്മാവായിട്ട് പ്രത്യക്ഷം. നെയിം ഓഫ് ദ ഫാദർ, നെയിം ഓഫ് ദ സൺ, നെയിം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആണെന്നുള്ള അറിവാണ്. ആദ്യമേ അത് വിശ്വസിക്കണം. അത് വിശ്വസിച്ചുകൊണ്ട് സ്നാനപ്പെടുന്നവർ മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ അറിവ് ലഭിക്കാത്തതാണ്. അതുകൊണ്ടാണ് ഈ സ്നാനം അപ്പോസ്തലന്മാര് കാണിച്ചു തന്നേക്കുന്ന ആ സ്നാനങ്ങൾ നമ്മൾ ബൈബിളിനകത്ത് കാണുന്ന ഒരു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം പറഞ്ഞിട്ട് ഒരു ശിഷ്യന്മാരും സ്നാനപ്പെടുത്തിയിട്ടില്ല. അപ്പം ആ സ്നാനപ്പെടുത്താത്തതിന്റെ കാരണം എന്താന്ന് പോലും അവർ അന്വേഷിച്ചു പോകുന്നില്ല. പത്രോസിന് ഒരു താക്കോല് കിട്ടിയ ഒരു കാര്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, അതും അവര് അന്വേഷിക്കുന്നില്ല. ആ താക്കോൽ എന്തുവാണ്? സ്വർഗരാജ്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം, ആ ഒരു നാമം എന്തുവാന്ന് പോലും അവർക്ക് മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് അവര് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തിലെ വാതിലിന്റെ അടുത്ത് വരെ വന്നിട്ടും അവർക്ക് അതിനകത്ത് പ്രവേശിക്കാൻ ഒക്കാത്തത്. സ്നാനമൊക്കെ അവർ ഏറ്റു, പക്ഷെ പാപമോചനത്തിന് വേണ്ടിയുള്ള ആ ഒരു വിശ്വാസവും ആ നാമം അവർ രണ്ടും ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിവ് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ്, യേശുവിന്റെ ആത്മാവ് തന്നെ വരണം. എന്നാലേ ആ ഒരു അറിവിലോട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ തിയോളജിയൻ പറയുന്ന പോലെ ഓരോരോ കാര്യങ്ങൾ, നമ്മൾ എലോഹീമിന്റെ കാര്യം പറഞ്ഞ്, എഹാദിന്റെ കാര്യം, എഹാദും ഇങ്ങനെ തന്നെ ഭയങ്കര ഡിസ്കഷന്റെ ഒരു ടോപ്പിക്കാണ്. പക്ഷെ നമ്മൾ സാമാന്യ ഒരു മലയാളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഷയുടെ പാണ്ഡിത്യം അറിയുന്ന ആൾക്കാരാണ് യഹൂദന്മാര്. യഹൂദന്മാർക്ക് ഈ സംശയമില്ല. ഈ കേരളക്കരയിലുള്ള ഈ മലയാളികൾക്കാണ് ഹിബ്രുവിന്റെ ബാക്കി ഒരു വാക്കിന്റെ ഒരു അർത്ഥം അറിയത്തില്ല. ഒരു വചനം വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ അവരാണ് ഇപ്പം യഹൂദന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന എലോഹിമിന്റെ അർത്ഥം ബഹുത്വമുണ്ട്. എഹാദ് എന്ന് പറഞ്ഞാൽ ഒരു മുന്തിരിക്കൊലയെ നമ്മൾ എഹാദ് എന്ന് വിളിക്കാം. അപ്പൊ അങ്ങനത്തെയൊക്കെ സംശയം അത് ഭാഷ അറിയുന്ന ആൾക്കാർക്ക് ഇല്ലാത്ത ഒരു സ്ഥിതിയിൽ ആ ഒരു ഭാഷയെ പറ്റി നമ്മൾ സംസാരിച്ചിട്ട് അതിന്റെ സംശയത്തിനെ തന്നെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് തന്നെ തെറ്റായ ഒരു കാര്യം. അതായത് ഇപ്പൊ മലയാളികളെ
ഹീബ്രു പഠിച്ചവര് മലയാളം പഠിപ്പിക്കാൻ നടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഞാനിപ്പോ കാണുന്നത്. എന്തെങ്കിലും ഒരു വാക്കെടുത്തിട്ട് അതിനകത്തൊരു സംശയം കാണിച്ചിട്ട് അവർക്ക് അതിനെപ്പറ്റി ഒരു സംശയമില്ല. അപ്പൊ നമ്മള് ഇതൊക്കെ മനസ്സിലാക്കുകയും യേശു തന്നെ പിതാവാന്നുള്ള അറിവ് ബൈബിളിൽ നിന്ന് കിട്ടാതെ പോകുമ്പോഴത്തേക്ക് നമ്മൾ പാപത്തിൽ മരിക്കും എന്നുള്ള ഒരു ഓർമ്മയും കൂടെ ഞാൻ പെടുത്തിട്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഞാൻ ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സൈമൺ ബ്രദർ. സൈമൺ ബ്രദറുടെ ആൻസർ വളരെ കറക്റ്റ് ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ എനിക്ക് അടുത്തതായി ഒരു ചോദ്യം കൂടി കിടപ്പുണ്ട്. എന്നാലും ഇനി സമയമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എങ്കിലും ഞാൻ അടുത്ത ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. പാനലിലുള്ള ആർക്ക് വേണമെങ്കിലും അതിന്റെ ഉത്തരം നൽകാവുന്നതാണ്. നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നു ദൈവം ഒരുത്തൻ മാത്രം, ഏകൻ എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ തൃത്വക്കാരുടെ ഒരു ശൈലിയാണ്. കാരണം ഇവിടെ എല്ലാം 3 പേരുണ്ട്, അല്ലെങ്കിൽ പിതാവ് പുത്രനോട് അല്ലെങ്കിൽ പരിശുദ്ധാത്മ 3 പേരോട് ആലോചിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നെന്നാണ് തൃത്വക്കാരുടെ ഒരു വാദം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പറയുകയാണ് നാം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ തൃത്വക്കാരുടെ ഭാഷയിൽ പറയുകയാണ് നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്നിൽ കൂടുതൽ ആളുള്ളത് കൊണ്ടാണ് നാം എന്ന് പറയുന്നത്. അതിന് കുറെ ആൾക്കാര് ഇതിനെക്കുറിച്ച് പറയുന്നത് എബ്രായിൽ ബഹുമാന സൂചകമില്ല. അപ്പൊ എബ്രായില് ആരും ബഹുമാനിക്കാറില്ലേ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതിനകത്ത്, നാം നമ്മുടെ സാദൃശ്യപ്രകാരം, വേറെ ചില വാക്യങ്ങളിലും ഉണ്ട്, ബാബിലോൺ കലക്കാൻ പോകുന്ന സമയത്ത് അവരുടെ ഭാഷ കലക്കാവെന്ന് പറയുന്നിടത്തും രണ്ടുപേരെ കണ്ടതായിട്ട് പല തൃത്വക്കാരും അവിടെ പറയും, നമ്മൾ കേട്ടു. അതുപോലെ തന്നെ മമ്രയുടെ തോപ്പിലും നമ്മൾ കണ്ടു 3 പേരിറങ്ങി വന്നു എന്ന് പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണെന്നുള്ള കാര്യം. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം, തൃത്വക്കാര് ഈ പറയുന്നത് നാം എന്ന് പറയുന്നിടത്ത് 3 പേരുണ്ടായിട്ടാണോ ഇവർ പറയുന്നത്? ഈ 3 പേർ ഉണ്ടോ, അതോ ഏകനായ ദൈവത്തെ കുറിച്ചാണോ ഈ നാം എന്ന് ഇവിടെ ഉച്ചരിക്കുന്നതെന്ന് ആരെങ്കിലും അതിന് ആൻസർ തരുവാണെങ്കിൽ, പാനലിലുള്ള ആരെങ്കിലും ദൈവദാസന്മാരുടെ ആൻസർ തരുവാണെങ്കിൽ നന്നായിരുന്നു. ആരുമില്ലേ? ആരെങ്കിലും ഒരാൾ ആൻസർ തരുവാണെങ്കിൽ നല്ലതായിരുന്നു. ആരും ഇല്ലെങ്കിൽ ഞാൻ പറയാം. അവിടെ നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറയുന്ന ആ വാക്യം നമുക്ക് 2 ഭാഗം കൊണ്ട് കാണാം. ഒന്ന്, ഈ ദൈവത്തിൽ ബഹുത്വം ഉണ്ട് എന്ന് ജാതികളുടെ കോൺസെപ്റ്റ്. ആ ജാതികൾ അത് വായിക്കുമ്പോൾ അത് അവർക്ക് കാണാം അവിടെ 2 ഉണ്ട്, അല്ലെങ്കിൽ 3 ഉണ്ട്, അല്ലെങ്കിൽ 4 ഉണ്ട്, അല്ലെങ്കിൽ 5 ഉണ്ട് എന്നൊക്കെ ഊഹിക്കാം. നമുക്കൊരു ഊഹം പറയാൻ പറ്റും. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ വാക്യം നോക്കാതെ അതിന്റെ തൊട്ടടുത്ത വാക്യത്തിലേക്ക് കടന്നു പോകും. അങ്ങനെ ദൈവം താങ്കളുടെ അല്ലെങ്കിൽ അവരുടെ എന്നല്ല പറയുന്നത്, തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വാക്യത്തിന്റെ കൺസ്ട്രക്ട് എന്താകുന്നുവോ അവിടെ നിന്ന് കൺഫ്യൂസ് ആകാതെ അതിന്റെ തൊട്ടടുത്ത വചനത്തിലേക്ക് നമ്മൾ കടന്നു പോകും. പിന്നെ യെശയ്യാവിനകത്ത് എനിക്ക് റെഫറൻസ് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, പക്ഷെ അവിടെ പറയുന്നു, ഞാൻ തന്നെ ആകാശ വിധാനങ്ങളെ വിരിച്ചു, ഞാൻ തന്നെ എൻ്റെ കൈകളാൽ സകലതും സൃഷ്ടിച്ചു, എൻ്റെ കൂടെ ആരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ദൈവത്തിന്റെ വചനം എന്താണ്, ദൈവത്വത്തെ പറ്റി ദൈവത്വത്തെ പറ്റി ദൈവം തന്നെ എന്തോ പറയുന്നതെന്ന് ആദ്യം നമ്മൾ നോക്കുന്നു. ഞാൻ തന്നെ യഹോവ, ഞാൻ അല്ലാതെ വേറെ ഒരു ദൈവവുമില്ല, വേറെ ഒരുത്തനുമില്ല, രക്ഷിപ്പാൻ വേറെ ഒരുത്തനുമില്ല, വേറെ ഒരു രക്ഷിതാവുമില്ല. അപ്പോൾ പിന്നെ എന്താണ് അടിസ്ഥാന പ്രമാണം? ഇസ്രായേലെ കേൾക്ക, യഹോവയായ ദൈവം, യഹോവ ഏകൻ തന്നെ എന്ന് പഴയ നിയമത്തിലും ആ യഹോവയുടെ സ്ഥാനത്ത് കർത്താവ് ഏകൻ എന്ന് പുതിയ നിയമത്തിലും തറപ്പിച്ച് നമുക്ക് പിന്നെയും പറയുന്നു.
പിന്നെ നമ്മൾ പുതിയ നിയമത്തിൽ പലയിടത്തോളം നമ്മൾ പിന്നെയും കാണുന്നു ദൈവം ഒരാത്മാവ്, ദൈവം ഒരുത്തൻ, ദൈവം ഒരുവൻ മാത്രം. സാത്താനും പറയും ദൈവം ഏകൻ എന്ന് പറയുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത്രയും വചനങ്ങൾ നമുക്കുള്ളപ്പോൾ ഈ ദൈവം 3 വ്യക്തികളിൽ ഒരുവനാണ് എന്നും ത്രിയേകനാണെന്നും ഒക്കെ ഊഹം കൊണ്ട് നമ്മൾ നോക്കുക. ഊഹം, അത് ഊഹം മാത്രമാണ്. അല്ലാതെ നമുക്ക് ചിലടത്ത് 2 കാണാം, ചിലടത്ത് 3 കാണാം. ഇതൊക്കെ എല്ലാം നമുക്ക് കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരു ഊഹം വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഇത്രയും പേര് ഉണ്ടായിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താണ്? ദൈവത്തിന്റെ അടിസ്ഥാന പ്രമാണത്തിലേക്ക് കടന്നു പോകുക. പിന്നെ നമ്മൾ നോക്കുന്നത് ഓരോ വചനത്തിലും എങ്ങനെ നമുക്ക് ഏകത്വം കണ്ടെത്താം എന്നാണ്. നമ്മൾ ബൈബിളിനകത്ത് ഓരോ വചനങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിന്റെ ഏകത്വം നമുക്ക് കാണാനും അത് മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് നമ്മൾ നോക്കുമ്പോൾ അവർ നോക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ഇതിനകത്ത് 3 കണ്ടെത്താൻ പറ്റുന്നത്. അതായത് ഇവർ ബാബിലോണിൽ നിന്ന് കൊണ്ടുവന്ന ഇവരുടെ പിതാക്കന്മാര് കണ്ട 3, അതായത് ത്രിമൂർത്തികള് അല്ലെങ്കിൽ ട്രയാഡ്സ് അല്ലെങ്കിൽ അങ്ങനെ പല ജാതികളിലുള്ള കോൺസെപ്റ്റ് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന ആ കോൺസെപ്റ്റ് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ ബൈബിളിനകത്ത് കണ്ടെത്തുവാൻ സാധിക്കുന്നത്? അപ്പോൾ ഇവർ തിരഞ്ഞെടുക്കുന്നത് 3 എവിടെയാണെന്ന് കാണാൻ പറ്റുന്നത്. നമ്മൾ എന്തുവാണ് തിരഞ്ഞെടുത്ത് നടക്കുന്നത്? ദൈവം ഏകനാണെന്ന് ദൈവം അടിസ്ഥാനമായ പ്രമാണം പറയുമ്പോൾ നമ്മൾ തരേണ്ട എന്താണ്? ദൈവത്തിന്റെ ഏകത്വമാണ് നമ്മൾ തരേണ്ടത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ 2 വഴിയിലേക്ക് കടന്നു പോകുന്നത്. ഒരു വഴി ദൈവം ഏകൻ എങ്ങനെയാണ് എന്ന് വചനത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കാൻ സാധിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു ദൈവം അയച്ച പുത്രൻ. നമ്മൾ കാണുന്നു ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ ദൈവം എപ്പോഴും ഒരു മീഡിയത്തിൽ കൂടെയാണ് സംസാരിക്കുന്നത്. ദൈവത്തിന് ഒരു മീഡിയം ഉപയോഗിക്കേണ്ടതുണ്ട്. ആ മീഡിയം ദൈവം തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയിൽ നിന്നാണ്. അപ്പോൾ ദൈവം ചിലപ്പോൾ മരത്തിൽ നിന്നും സംസാരിക്കും, ചിലപ്പം ദൈവം മനുഷ്യനിൽ നിന്നും സംസാരിക്കും, ദൈവം ചിലപ്പോൾ കഴുതയിൽ നിന്നും സംസാരിക്കും. ആ മീഡിയം അല്ല ദൈവത്വം. ആ മീഡിയം ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ടാണ് പണ്ട് ദൈവം ഭാഗമായി പ്രവാചകന്മാരിൽ കൂടെ സംസാരിക്കുകയും ഇന്ന് പുത്രനിൽ കൂടെ സംസാരിക്കുക എന്ന് പറയുന്ന ആരാണ് സംസാരിച്ചത്? ദൈവമാണ് സംസാരിച്ചത്. ആരാണ് ഈ സംസാരം വന്ന ആൾ ആരാണ്? ഒരു ആയുധമാണ്, ദൈവത്തിന്റെ ഒരു ആയുധമാണ്, സൃഷ്ടിയുടെ ഭാഗമാണ്. പ്രവാചകനായാലും പുത്രൻ എന്ന് പറഞ്ഞാലും അത് സൃഷ്ടിയുടെ ഭാഗമായി തീർന്ന ആളാണ്. അതുകൊണ്ടാണ് വചനം ജഡമായി തീർന്നു എന്ന് പറയുന്നത്. അതായത് അവൻ ദൈവമായിരിക്കെ, ദൈവത്വം അവന്റെ ആത്മാവിൽ അവൻ ദൈവമായിരിക്കെ അവൻ മനുഷ്യൻ എന്ന അവസ്ഥ എടുത്തു തന്നെ താൻ ദൈവത്തിന് താഴ്മപ്പെട്ടവനായി, അതായത് സൃഷ്ടിയുടെ ഭാഗമായി തീർന്നു, ദൈവത്തിന് ഒരു ആയുധമായി തീർന്നു. ദൈവം തന്നെ ദൈവത്തിന് ഒരു ആയുധമായി തീർന്നു, ഒരു മാധ്യമമായി തീർന്നു. അപ്പോൾ അവിടെ ദൈവത്വവും അതിന്റെ മാധ്യമമായ മനുഷ്യനെയും കൂടി അവര് ദൈവത്തിൽ വ്യക്തികൾ ഉണ്ടാക്കി. ഇത് ഇങ്ങനെ ഓരോ വചനങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഉൽപ്പത്തി പുസ്തകം 1:26 നമുക്ക് സംശയം കൂടാതെ ദൈവം അടുത്ത വചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ദൈവം ഏകനാണെന്ന്. ദൈവം തന്റെ സാദൃശ്യത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. വേറെ അവിടെ വ്യക്തികളില്ല. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഞാൻ ദേഹി ആത്മാവായാലും ഞാൻ ഒരു വ്യക്തി മാത്രമാണ്. എന്നിൽ ഒരു വ്യക്തിത്വം മാത്രമേ ഉള്ളൂ. അത് വിൽസൺ എന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% എന്നാണ് എണ്ണപ്പെടുന്നത്. അപ്പോൾ ഈ സാമാന്യ വിവരത്തിൽ നിന്നും പോലും വ്യതിചലിച്ചാണ് മനുഷ്യൻ നടക്കുന്നത്. ഇങ്ങനത്തെ കാര്യം വരുമ്പോൾ അവിടെയാണ് നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ടത്. താങ്ക് യു. താങ്ക് യു വിൽസൺ ബ്രദർ. അപ്പോൾ നമ്മൾക്ക് മനസ്സിലായി, കാരണം തൃത്വക്കാർക്ക് അവരുടെ സിദ്ധാന്തം വിജയിപ്പിച്ചെടുക്കുവാനായിട്ട് ഇക്കാലങ്ങളിൽ അവർ ഓരോ നമ്പറുകളുമായിട്ട് വരും. എബ്രായ ഭാഷ അവർ ഉപയോഗിക്കും, ഗ്രീക്ക് ഭാഷ ഉപയോഗിക്കും. കാരണം ദൈവവചനത്തിൽ ദൈവം ഏകനാണെന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവം ത്രിയേകനാണെന്നും തൃത്വമാണെന്നും പഠിപ്പിക്കുവാനാണ് അവർക്ക് കൂടുതലും താല്പര്യം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ഈ വഞ്ചനയിലൊന്നും വീഴരുത്. കാരണം ഇത് പോസ്റ്റാണ് എന്നുള്ള കാര്യം ഇവിടെ സംസാരിച്ച എല്ലാ ദൈവദാസന്മാരും അതിനെക്കുറിച്ച് പറഞ്ഞുവല്ലോ. അപ്പോ ഇക്കാലങ്ങളിൽ നിങ്ങൾ തന്നെ ദൈവവചനത്തിൽ തിരയുക. ഞങ്ങളുടെ വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കുകയല്ല വേണ്ടത്. നിങ്ങൾ കൂടെ ദൈവവചനം പഠിക്കുക. ഇക്കാലങ്ങളിൽ ഈ എബ്രായ ഗ്രീക്കുകളുള്ള ശബ്ദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ പിതാക്കന്മാരുടെ പിതാക്കന്മാരുടെ ആ ഒരു
ജനറേഷൻ ഗ്യാപ്പുകൾ അവർ പൂർത്തീകരിക്കുകയാണ്. കാരണം പിതാക്കന്മാർ എന്ത് പഠിപ്പിച്ചുവോ അല്ലെങ്കിൽ നിത്യ എന്ത് പഠിപ്പിച്ചുവോ അതാണ് ഇവർക്കെല്ലാം പ്രാധാന്യമായിട്ടുള്ളത്. അപ്പൊ ദൈവവചനവും നിത്യയും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിച്ചു കൊള്ളട്ടെ. പാനലിൽ ഇതിനുവേണ്ടി സംസാരിച്ച എല്ലാ ദൈവദാസന്മാരോടുള്ള നന്ദിയെ ഈ തരുണത്തിൽ ഓർപ്പിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയുമായി ഞങ്ങൾ കടന്നു വരും. അതുവരെ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.